ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ. ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് തന്നെയുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മളുടെ ഭാരതമെമ്പാടും ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ച മഹാഗുരു. ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന ആ ഗുരുവായി മാറിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സംഭവ കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾക്കെല്ലാവർക്കും ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിക്ഷനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കും. നരേന്ദ്രൻ, അതായത് ശ്രീ വിവേകാനന്ദ സ്വാമി. ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ ഗുരു എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമി ആദ്യമൊക്കെ രൂപമില്ലാത്ത ദൈവത്തിലാണ് വിശ്വസിച്ചു കൊണ്ടിരുന്നത്, ബ്രഹ്മം എന്ന ഏക സത്യത്തിൽ. എങ്കിൽ കാളി എന്ന് പറയുന്ന സത്യത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന മഹാപുരുഷനാണ്. അങ്ങനെയാണ് തൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്, എൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് കാളിയാണ് എന്ന് നമ്മളുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ഉപാസനയാണ് അദ്ദേഹം ചെയ്തിരുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇത്രത്തോളം മഹാനായി നിലകൊള്ളുന്ന ആ മഹാപുരുഷൻ്റെ ആത്മീയമായിട്ടുള്ള കഥയാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ കാളി ദർശനം, അതിനെക്കുറിച്ചാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കാളി പൂജ ചെയ്യുന്നതിനിടയിൽ, അദ്ദേഹം ഒരു പൂജാ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ദക്ഷിണേശ്വർ ക്ഷേത്രത്തിൽ പൂജാകാര്യങ്ങൾക്കായാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളി ദേവിയെ എങ്ങനെയായിരുന്നു ഉപാസിച്ചിരുന്നത് എന്ന്. അദ്ദേഹം ഒരു തരത്തിലുള്ള തന്ത്രവിദ്യകളും പാലിച്ചിരുന്നില്ല. അതിനുശേഷം പാലിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യം ഒന്നും പാലിച്ചിട്ടില്ല. ഭൈരവി ബ്രാഹ്മണി ദേവിയെ കാണുന്നതിന് മുൻപ് ഇതൊന്നും പാലിച്ചിട്ടില്ല. ഭൈരവി ബ്രാഹ്മണി ദേവി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ ഗുരുവാണ്. യഥാർത്ഥ കാളി മാർഗത്തിലേക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കൊണ്ട് എത്തിച്ച മഹാഗുരുവായിട്ടുള്ള ഭൈരവി ബ്രാഹ്മണി ദേവി. ഭൈരവി ബ്രാഹ്മണി ദേവി ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ അമ്മയാണ്, അല്ലെങ്കിൽ ആ ചൈതന്യമാണ്, അല്ലെങ്കിൽ ആ ആത്മീയ തേജസ്സാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഗുരു എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ടോട്ടാപുരി മഹാരാജ് വരുന്നത്. ഈ രണ്ട് ഗുരുക്കന്മാരെയും ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഉപാസനാ രീതി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിധികളും പാലിച്ചുകൊണ്ടുള്ള രീതിയല്ല. ഭക്തി അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം. കാളീദേവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാർഗം ഭക്തി മാത്രമായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു പൂജിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, ദേവിയുടെ മടിയിൽ കിടന്നുറങ്ങുക, ദേവിയുടെ പാദങ്ങളിൽ സ്പർശിക്കുക, ദേവിയെ നോക്കി തന്നെ മറന്നിരിക്കുക, കണ്ണീർ പൊഴിക്കുക, ഇതുപോലുള്ള അമ്മയോട് എത്രത്തോളം സമർപ്പണ ഭാവം കാണിക്കാമോ ആ സമർപ്പണ ഭാവമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭക്തി. അല്ലാതെ ഒരു തരത്തിലുള്ള താന്ത്രക്രിയകളും അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും മനസ്സുകൊണ്ട് ഭക്തി മാർഗത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഒരു ഗുരുവുമില്ലാതെ ഒരു മന്ത്രവുമില്ലാതെ ആ ദേവിയോട്, കാളി അമ്മയോടുള്ള ആ ഭക്തി കൊണ്ട്, ആ ഭക്തി എൻ്റെ സ്വന്തം അമ്മയാണ് കാളി എന്നുള്ള ബോധത്തിൽ വിലീനമായി 12 വർഷം കടന്നു പോകുന്നു. എല്ലാ ദിവസവും ആ അമ്മയുടെ വിഗ്രഹത്തിന് ഊട്ടാൻ ശ്രമിക്കുന്നു, അമ്മയുടെ പാദങ്ങളിൽ കിടന്നുറങ്ങുന്നു. എന്തിനേറെ പറയുന്നു, ചില സമയങ്ങൾ ആ അമ്മയുടെ വിഗ്രഹത്തിന് ചൂട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. വേറെ കട്ടിലൊന്നുമല്ല, അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ ആ ക്ഷേത്രം വിട്ടു പോകാൻ തയ്യാറാകുന്നില്ല. സദാസമയവും ഒരു വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണ് സ്വന്തം മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറാതെ ആ അമ്മയുടെ വാത്സല്യം അനുഭവിച്ച് അങ്ങനെ ഇരിക്കുന്നത്. അതായത് ആ അമ്മയാണ് ആ കുട്ടിയുടെ ലോകം. അതുപോലെ ഒരു ചെറിയ കുട്ടിയായി, അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക്, ഒരു ശിശുവിൻ്റെ ഭാവത്തിലേക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ വന്നുകൊണ്ട് സദാസമയവും കാളീദേവിയുടെ ചുറ്റിപ്പറ്റി തന്നെ. നമ്മൾക്കറിയാം, അത്യാവശ്യം വളർന്നു കഴിഞ്ഞ ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടികൾ പോലും സ്കൂളിലൊക്കെ പോകാൻ മടിയാണ് അമ്മയുടെ അടുത്ത് നിന്ന്. ആ അമ്മയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കണം. അമ്മ വിട്ടു പിരിയുന്നത് അവർക്ക് ഏറ്റവും വലിയ വേദന സമ്മാനിക്കും. അമ്മയെ വിട്ടു പിരിയുക എന്ന് പറഞ്ഞാൽ അവരുടെ ചങ്ക് തകരും, കുഞ്ഞുമക്കളുടെ. ആ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും പ്രായമുള്ള ആ മഹാപുരുഷൻ എത്തണമെങ്കിൽ ആ അമ്മയോട് എത്രത്തോളം സ്നേഹമുണ്ടായിരിക്കും. സ്വന്തം അമ്മയായി കരുതി ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളീദേവി ആരാധിക്കുകയാണ്. അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. 12 വർഷമായി. ഇദ്ദേഹം ഇത്രയും കാര്യമായിട്ട് ആരാധിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം എൻ്റെ അമ്മയെ എനിക്കൊന്ന് നേരിട്ട് കാണണം, എൻ്റെ കൈകൾ കൊണ്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം.
അങ്ങനെ 12 വർഷം ഇത്രത്തോളം സ്നേഹിച്ച്, ഇത്രത്തോളം കാൽ കീഴിൽ കിടന്ന അമ്മയോടുള്ള ഭക്തി കൊണ്ട് തന്നെ ഇല്ലാതാക്കിയിട്ടും അമ്മ പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം സ്നാനമെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ തന്നെ തൻ്റെ ആത്മീയ ക്രിയകളെല്ലാം ചെയ്തിട്ടും അങ്ങ് അടങ്ങാത്ത ദേഷ്യം എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മീയമായിട്ട് ആ അമ്മയുടെ ദർശനത്തിനാണ്. അല്ലാതെ എനിക്ക് സ്വർണം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് ഇന്നയാൾ ഇത് തന്നില്ല എന്നല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസന് ഈ ലോകത്ത് ഒന്നും വേണ്ടായിരുന്നു, കാളി മാത്രം മതി. അപ്പോൾ അത്രയും ആഗ്രഹിച്ച അമ്മ പോലും സ്വന്തം മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ ആ വൈകാരിക തലം അങ്ങ് ഉയർന്നു. ഏറ്റവും വലിയ മാനസിക വിഭ്രാന്തിയിലേക്ക് മനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യമാകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കിനി ഈ ജീവിതം വേണ്ട, എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ സാധിക്കാത്ത ഈ ജീവിതം വ്യർത്ഥമാണ്. കാളി ദേവിയാണ് എൻ്റെ അമ്മയെ കാണാതെ ഈ മകൻ എന്തിനു ജീവിക്കാൻ? ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ? ശരിക്കും ഈ അമ്മയില്ലേ? ശരിക്കും കാളിയില്ലേ? ഇതൊക്കെ ആരുടെയും സങ്കല്പമാണോ? നിങ്ങൾ മനസ്സിലാക്കണം, ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു അവതാരമാണ്. അദ്ദേഹത്തിന് ദൈവമുണ്ട് എന്നെല്ലാം അറിയാം. അദ്ദേഹത്തിന് സമാധി അവസ്ഥ ഇതിനു മുൻപ് തന്നെ പ്രാപ്യമായതാണ്. ആകാശത്തൂടെ പക്ഷികൾ പറന്നു പോകുന്ന കണ്ട ആ നിമിഷത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെയാണല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെ സമാധി അവസ്ഥ പ്രാപിച്ച ആ മഹാപുരുഷന് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇതൊരു ലീലയാണ് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ഈ ജീവിതം വേണ്ട, കാളി ദേവി ഇല്ലാത്ത ഈ ജീവിതം വേണ്ട, കാണാത്ത ഈ ജീവിതം വേണ്ട, അമ്മേനെ എനിക്കറിയാത്ത ഈ ജീവിതം വേണ്ട എന്ന് കരുതി ക്ഷേത്രത്തിൽ ദേവിയുടേതായി സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാളുണ്ട്, ദേവിയുടെ വാൾ. ആ വാൾ അദ്ദേഹം പോയി എടുക്കുന്നു. എന്നിട്ട് എനിക്കിനി ഈ ജീവിതം വേണ്ട എന്നുള്ള ഭാവത്തോടുകൂടി സ്വയമായി ആത്മഹത്യ ചെയ്യാൻ, സ്വന്തം ജീവനൊടുക്കാൻ തൻ്റെ കഴുത്തിന് നേരെ ഈ വാൾ ഓങ്ങിക്കൊണ്ട് കഴുത്ത് ഖണ്ഡിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാൾ നിലത്തേക്ക് വീഴുന്നു. കാരണം എന്താ? അത്രയും നേരം ദേവിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട്, മനനം ചെയ്തുകൊണ്ട്, മന്ത്രങ്ങളെല്ലാം മനനം ചെയ്തുകൊണ്ട് ദേവിയുടെ സ്വരൂപത്തിൽ വിലീനമായി നിന്ന ആ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അത്രയും നേരം കിട്ടാതിരുന്ന ആ ദേവീ ദർശനം നിമിഷങ്ങൾ കൊണ്ട് കിട്ടുന്നു. ഏത് ദിക്കിൽ നോക്കിയാലും കാളി, മുകളിൽ നോക്കിയാൽ കാളി, താഴെ നോക്കിയാൽ കാളി, അങ്ങോട്ട് നോക്കിയാൽ കാളി, ഇങ്ങോട്ട് നോക്കിയാൽ കാളി, സകലവും കാളി. എല്ലായിടത്തും കാളി ദേവി നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും അമ്മ. ആ ഒരു തലത്തിലേക്ക് തൻ്റെ ബോധം മാറി, ആത്മീയ ഉണർവുണ്ടായി, സച്ചിദാനന്ദ പരബ്രഹ്മ ബോധത്തിലേക്ക് ലയിക്കുന്നൊരവസ്ഥയിലെത്തി, സവികൽപ്പ സമാധിയിലേക്കെത്തി. നിർവികൽപ്പമല്ല, സവികൽപ്പ സമാധി. ഏത് രൂപത്തെയായിരുന്നോ അദ്ദേഹം പ്രാപിക്കാൻ ഇരുന്നത്, ആ രൂപം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രതിഭാസത്തിലേക്ക് മനസ്സ് എത്തി. അപ്പോൾ മനസ്സിലായി, യഥാർത്ഥത്തിൽ കാളി എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. ആ ഘോരമായിട്ടുള്ള രൂപം കണ്ടിട്ട് കൂടിയും അമ്മേ എന്നുള്ള ആ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അമ്മയെ പുണരുകയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അതിനുശേഷം നടന്നതാണ് അത്ഭുതങ്ങൾ. അമ്മയുടെ ദർശനം കിട്ടിയതിന് ശേഷമാണ് ഭൈരവി ബ്രാഹ്മണി ദേവി ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ദീക്ഷ കൊടുക്കാൻ, ബ്രാഹ്മണി കാളി ദേവിയുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരിലേക്കൊക്കെയുള്ള ഗുരുവായിട്ട് കൊടുക്കാനായിട്ട് ഭൈരവി ബ്രാഹ്മണി ദേവി എന്ന് പറയുന്നത് വൈഷ്ണവ താന്ത്രിക പരമ്പരയിൽപ്പെട്ട ഗുരുവാണ്. അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ശക്തേയം അല്ലെങ്കിൽ ശിവ, ഈ രണ്ട് രീതിയിൽ മാത്രമേ താന്ത്രിക ക്രിയകളുള്ളൂ. അല്ല, വൈഷ്ണവമുണ്ട്. ആ വൈഷ്ണവ രീതിയിൽപ്പെട്ടതായിട്ട് കൂടിയും അമ്മയാണ്, അല്ലെങ്കിൽ ആ ഭൈരവി ബ്രാഹ്മണി ദേവിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് യോഗാമുറകളും താന്ത്രിക രീതികളുമൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗുരു ഇല്ലാഞ്ഞിട്ട് കൂടിയും സാക്ഷാൽ കാളീ ദേവിയുടെ ദർശനം ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്കുണ്ടായി. കാരണം എന്താ? അത്രത്തോളം കാളീ ദേവിയിൽ വിലീനമായിരുന്നു. കാളി അല്ലാതെ ഒരു ചിന്തയില്ല. സ്വത്ത്, സുഖം, സമ്പാദ്യം, കുടുംബം, കുട്ടികൾ, ഒരു തരത്തിലുള്ള മായാപരമായ ചിന്തയുമില്ല. എനിക്ക് എൻ്റെ ദേവിയെ കാണണമെന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചിന്തയിൽ നിലകൊണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന്, ആ മഹാപുരുഷന് ദേവിയുടെ, കാളീ ദേവിയുടെ ദർശനം കിട്ടുന്നത്. ഈ ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ദേവിയെ, ഇപ്പോൾ ചിലർ പറയും ഇത് ഹാലൂസിനേഷനാണ്, ഇത് വെറും ഒരു തോന്നലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തോന്നലാണ് എന്ന് പറയുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു ഭക്തന് തോന്നിയാൽ അത് ഹാലൂസിനേഷനാണെന്ന് നമുക്ക് പറയാം. അയാളുടെ ചിന്തയാണ്, അല്ലെങ്കിൽ അയാളുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാം. പക്ഷേ ആ ഭക്തനെ പരീക്ഷിക്കാൻ വന്ന
കാളി ദേവിയിൽ വിശ്വസിക്കാതിരുന്ന, കാളി എന്ന് പറയുന്ന ശക്തിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ടോട്ടാപുരി മഹാരാജ്. കാളി ദേവിയെ എതിർക്കുകയും ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, അതായത് കാളി ദേവിയെ പോലുള്ള മായപരമായിട്ടുള്ള ദേവിമാരൊക്കെ വെറും തെറ്റായ മിഥ്യാധാരണകളാണ്, ബ്രഹ്മം എന്ന രൂപമില്ലാത്ത ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാളീദേവി ഇല്ല എന്ന് സ്ഥാപിക്കാൻ വന്ന ടോട്ടാപുരി മഹാരാജ് എങ്ങനെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന കാളിയെ കണ്ടത്? ശ്രീരാമകൃഷ്ണ പരമഹംസനോട് എതിർത്ത് തോൽപ്പിക്കാൻ ചെന്ന ആള് അടങ്ങാത്ത വയറുവേദന കാരണം സ്വന്തം ജീവൻ എടുക്കാൻ ചെന്നപ്പോൾ ഏത് വശത്ത് നോക്കിയാലും കാളിയെ കാണുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കാളിദേവിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ ഭക്തി കൊണ്ടും കാളിദേവിയെ കണ്ടു എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്ങനെയാണ് ടോട്ടാപുരി മഹാരാജ് കണ്ടത്? അതിനർത്ഥം നമ്മളുടെ മനുഷ്യ മനസ്സിന് നമ്മളുടെ സയൻറ്റിഫിക് ടമ്പർ ഉള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ എന്തിനേയും സയൻറ്റിഫിക് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സയൻസിന് ഉത്തരം തരാൻ സാധിക്കാത്ത പല തലങ്ങളും ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഹൈന്ദവരുടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ പോലും പലരും കമൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ശ്രീരാമകൃഷ്ണനെ പോലൊരു മഹാപുരുഷന് പോലും ഒരു സ്ഥിരതയില്ലാത്ത ആളാണെന്ന് നിങ്ങൾ പറയും. കാരണം ഹൈന്ദവരുടെ ഇടയിൽ മാത്രം, മലയാളി ഹൈന്ദവരുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം രോഗമാണ് സ്വന്തം മതത്തെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ദൈവ രൂപങ്ങളെ കളിയാക്കിക്കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന മറ്റു മതങ്ങളെയൊക്കെ എടുത്തു നോക്കുക. കേരളത്തിൽ അവരൊക്കെ നല്ല ദൈവവിശ്വാസമുള്ളവരാണ്. അവരെല്ലാ തരത്തിലുള്ള സയൻറ്റിഫിക് കാര്യങ്ങളിലും അവരുടെ ചിന്താഗതി പോകും. അവരിതിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും, നന്നായിട്ട് വ്യാപാരം ചെയ്യും. പക്ഷേ ദൈവകാര്യം വരുമ്പോൾ അവർ ഇതുപോലുള്ള റാഷണൽ തിങ്കിങ്ങിനോ അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങിനോ ഒന്നും അവർക്ക് അവിടെ പ്രസക്തമായിട്ട് അല്ലെങ്കിൽ യുക്തിവാദത്തിനൊന്നും അവരവിടെ നിൽക്കില്ല. നിങ്ങൾ വേറെ കാര്യം ആലോചിച്ച് നോക്കൂ. കേരളം ഒഴിച്ച് ബാക്കി ഏത് സംസ്ഥാനത്തേ പൊക്കോളൂ, എല്ലാവർക്കും നല്ല അഭിവൃദ്ധിയുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. ആത്മീയമായും ഞാൻ പറയുന്നത് അഭിവൃദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് മാത്രമല്ല. സമ്പത്ത് നമ്മൾക്കറിയാം അവർക്കുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ് സമ്പത്ത് മാത്രമല്ല, ആത്മീയമായും അവർ വളരെ ഉയർന്നവരാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ മതി, നെറ്റിയിൽ ഭസ്മക്കുറിയില്ലാത്ത ആരുമില്ല. കാരണം അവർ സയൻസ് വേറെ ദൈവം വേറെ എന്നുള്ളൊരു തലത്തിലേക്ക് എത്തി. നമ്മൾക്ക് മാത്രം ഉള്ളൊരു ചിന്താഗതിയാണ് അല്പസ്വല്പം ന്യൂ ജനറേഷൻ ആകണമെങ്കിൽ ആത്മീയതയെ തള്ളി പറയണം. നിങ്ങൾ മതത്തെ തള്ളി പറഞ്ഞുകൊള്ളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിന് കാരണം എന്താ? സനാതനധർമ്മം ഒരു മതമല്ല. എങ്കിൽ ആത്മീയതയെ തള്ളി പറയാതിരിക്കുക. കാരണം ആത്മീയതയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം, അല്ലാതെ മതസംബന്ധമായിട്ടുള്ള നിയമങ്ങളല്ല സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിലാക്കുക, നിയമങ്ങളെ സനാതനധർമ്മത്തിനില്ല. എന്തിനേറെ പറയുന്നു, അടുത്ത ദിവസം ഞാൻ നിങ്ങളെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയുമായി വരാം. നിരീശ്വരവാദം പോലും യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിലുണ്ട്. നിരീശ്വരവാദം, ദൈവമില്ല എന്നുള്ള ചിന്ത പോലും. അപ്പോൾ ഒരു റൂളുമില്ലാത്ത നിങ്ങൾക്ക് ഏത് പരമ്പരയാണ് ഇഷ്ടം, ആ പരമ്പരയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. തന്ത്രമാണോ, ഉപനിഷത്താണോ, ഇനി വേദമാണോ, പുരാണമാണോ, ഏത് രീതിയിൽ നിങ്ങൾക്ക് പോകണം നിങ്ങളുടെ കയ്യിലാണ്. ഏത് രീതിയിൽ ആത്മീയതയെ കാണണം എന്നുള്ളത് നിങ്ങളുടെ രീതിയിലാണ്. ഇനി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പേര് പോലും പറയാതെ ഉപാസിക്കാൻ സാധിക്കും. ഇന്ന ദൈവമല്ല എന്ന് രീതിയിൽ പോലും, കാരണം അത് ദൈവത്തിന് രൂപവും നാമവും ഇല്ലെന്ന് നമ്മൾ പറയുന്നു. ഇനി രൂപത്തിൽ ആരാധിക്കാം, അതും സംഭവിക്കാം. അപ്പോൾ എന്തിനും ലൈസൻസ് കൊടുക്കുന്നൊരു ധർമ്മമാണ് നമ്മളുടെ. നിങ്ങൾ എങ്ങനെയാണെങ്കിലും ദൈവത്താൽ കണ്ടാൽ മതി, പിന്നെ മറ്റുള്ളവരെ പുച്ഛിക്കാതിരുന്നാൽ മതി, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ ബോധ്യമുള്ളവരാണെങ്കിൽ, ആത്മീയത ഉണർന്നവരാണെങ്കിൽ, ഈയിടെയായി എനിക്ക് വളരെ സന്തോഷം വന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾ, ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആത്മീയമായി ഇത്രയും വിവരമുള്ളവർ കേരളത്തിലുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ, ഈ ചാനൽ കാണുന്നവർ പോലും എന്നേക്കാളും എത്രയോ മടങ്ങ് അറിവുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ പ്രണാമം. ആത്മീയതയിലൂടെ ദൈവത്തിലേക്ക് മുന്നേറാനും മോക്ഷത്തിലേക്ക് ജീവിതത്തെ നയിക്കാനും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.